Opening Hours with MyFin. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട് ഗ്ലോബലി ഒന്ന് വന്നിട്ടുണ്ടെന്ന്. അതായത് നമുക്കറിയാം ഏപ്രിൽ 22, 2025 എ മേജർ ടെററിസ്റ്റ് സ്ട്രൈക്ക് ഹാപ്പൻഡ് ഇൻ പഹൽഗാം അല്ലേ. നമുക്കറിയാമല്ലോ ഏതാണ്ട് 28 ഇന്നസെൻറ്റ് പീപ്പിളിൻ്റെ ജീവൻ പോയ ഒരു സംഭവമായിരുന്നു പഹൽഗാം. നമുക്കെല്ലാവർക്കും വളരെ സങ്കടകരമായിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള വളരെ നമ്മൾ ഒന്ന് അൺസെറ്റിൽഡ് ആയിപ്പോയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ പഹൽഗാം ഇൻസിഡൻറ്റ് എന്താണ് ട്രിഗർ ചെയ്ത്? ഒരു മാസീവ് ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി ക്രൈസിസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ള നമുക്കറിയാം. May 2025 ആ ഏർലി സ്റ്റേജസിൽ ഇന്ത്യ റിറ്റാലിയേറ്റഡ് വിത്ത് സംതിങ് കോൾഡ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേരിൽ ഒരു മിലിറ്ററി അറ്റാക്കും കൂടെ നടത്തി ബേസിക്കലി പാകിസ്ഥാനകത്തുള്ള ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് സ്ട്രൈക്ക് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ, അതായത് ഈ പറയുന്ന പോലെ ഈ ഏപ്രിലിൻ്റെ അവസാന ഭാഗങ്ങളും ഈ മേയും ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫ്ലാഷ് പോയിൻ്റായിട്ട് ടെൻഷൻ കംപ്ലീറ്റ് ആയിരുന്നു ഈ ജോഗ്രഫിയിൽ. ശരിക്കും പറഞ്ഞാൽ രണ്ടും ന്യൂക്ലിയർ പവറാണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ എത്രമാത്രം പ്രഷറും ടെൻഷനും അവിടെ ഉണ്ടായിരുന്നു. കാര്യം നമ്മളവിടെ പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യുന്നതിന് ശേഷം ഇനി പാകിസ്ഥാൻ ഒന്നുകൂടി അറ്റാക്ക് ചെയ്യോ, ഇന്ത്യ ഒന്നുകൂടി അറ്റാക്ക് ചെയ്യോ എന്ന് പറയുന്ന എല്ലാ അൺസർട്ടനിറ്റിയും നിൽക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ മുന്നിൽ നമ്മൾ കേൾക്കാത്ത ഒരു കാര്യം ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൽ നടന്നു. There was a business deal between US and പാകിസ്ഥാൻ എന്നുള്ള. അതായത് നമുക്കിപ്പോൾ പാകിസ്ഥാന് വരെ എനിക്ക് തോന്നുന്നു 19% ടാരിഫ് കുറച്ച് കൊടുത്തിട്ടും നമുക്കിതുവരെ ടാരിഫ് കുറച്ച് വന്നിട്ടില്ല. അത് റഷ്യയാണ് ഒരു കാരണം പറയണമെങ്കിലും എന്തായിരിക്കാമെന്നുള്ള റീസൺ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള. അതായത് ഡീൽ ബിറ്റ്വീൻ US ആൻഡ് പാകിസ്ഥാൻ ഓൺ റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ്. അതെന്താണെന്ന് വെച്ചാൽ $500 million ഇൻവെസ്റ്റ്മെൻറ്റ് US സ്ട്രാറ്റജിക് മെറ്റൽസ് പാകിസ്ഥാൻ്റെ ഫ്രോണ്ടിയർ വർക്ക് ഓർഗനൈസേഷൻ FWOയുമായിട്ട് ഒരു ബിസിനസ് ഡീൽ $500 million. അതെന്താണ്? ഡീൽ ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്ട്രാക്ട് ക്രിട്ടിക്കൽ മിനറൽസ് ആൻഡ് റെയർ എർത്ത് എലമെൻറ്റ്സ് ഇൻ പാകിസ്ഥാൻ. ഓക്കെ, അതാണ് ആ വന്നിരിക്കുന്ന ഡീൽ. അതെങ്ങനെ നമുക്ക് മുന്നിൽ വന്നു എന്ന് വെച്ചാൽ ഒരു മാൻഡേറ്ററി ഫയലിംഗ് ഉണ്ട്. അമേരിക്കയിൽ ഒരു മാൻഡേറ്ററി ഫയലിംഗ് ഉണ്ട്. അതായത് ഫോറിൻ ഏജൻറ്റ്സ് രജിസ്ട്രേഷൻ ആക്ട് FARA. അവിടെ ഒരു മാൻഡേറ്ററി ഫയലിംഗ് അമേരിക്കൻ കമ്പനികൾ ചെയ്യുന്നു. ആ റിപ്പോർട്ടിൽ നിന്നാണ് ഇത് പുറത്തു വന്നേക്കുന്നത് എന്നുള്ള. അതായത് ഈ പാകിസ്ഥാൻ ഹയർ ചെയ്ത 2 ഫേംസാണ് FARAയിൽ ഒരു ഫയലിംഗ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നാണ് വന്നത്. അതായത് ജാവലിൻ അഡ്വൈസേഴ്സ് LLC, കോൺസൈൻസ് പോയിന്റ് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന 2 കമ്പനികളാണ് ഈ പറയുന്ന പോലെ ഫയലിംഗ് ചെയ്തത്. അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഫറ ഫയലിങ്ങിൽ റിവീൽ ചെയ്ത കാര്യം എന്താ? റോണി ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതാരാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെറ്റ് ഇൻ പേഴ്സൺ വിത്ത് പാകിസ്ഥാനി അതോറിറ്റീസിനെ ആയിട്ട് ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്ത് May 1, 2025 മീറ്റ് ചെയ്തിരുന്നു. എക്സാക്ട്ലി 9 days ആഫ്റ്റർ പഹൽഗാം അറ്റാക്കിൻ്റെ 9 ദിവസം കഴിഞ്ഞ് ഇവിടെ റോണി ജാക്സൺ മീറ്റ് ചെയ്തിരുന്നു എന്നാണ്. എന്നിട്ട് ഈ കീ ഡീൽ ഉണ്ടല്ലോ, അതായത് റെയർ എർത്ത് എലമെൻസിനും ക്രിട്ടിക്കൽ മിനറൽസിനും വേണ്ടിയിട്ടുള്ള ഒരു നെഗോസിയേഷനും MOUയും പാകിസ്ഥാനുമായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി റോണി ജാക്സൺ നടത്തി എന്നുള്ളതാണ് ഫയലിങ്ങിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ള. അതായത് റോണി ജാക്സൺ മേഡ് റിപ്പീറ്റഡ് കോൾസ് ആൻഡ് മീറ്റിംഗ്സ് ത്രൂ ഔട്ട് May 25 ടു പുഷ് ദ ഡീൽ. ഈ ഡീല് പുഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നാണ്. ഇനി ആരാണ് ഈ റോണി ജാക്സൺ എന്നുള്ളത്? ഈ റോണി ജാക്സണും ജാവലിൻ അഡ്വൈസേഴ്സും ആരാണ്? റോണി ജാക്സൺ എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു നേവി ഡോക്ടറായിരുന്നു. ഈ നേവി ഡോക്ടർ ഇദ്ദേഹത്തിന് വൈറ്റ് ഹൗസിലെ മെഡിക്കൽ യൂണിറ്റിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇദ്ദേഹത്തിന്. അതായത് ജോർജ് W. ബുഷിൻ്റെ കാലഘട്ടം, അന്നത്തെ പ്രസിഡന്റ് കാലഘട്ടം മുതൽ ഇദ്ദേഹം വൈറ്റ് ഹൗസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം ബറാക് ഒബാമയുടെ ഫിസിഷ്യനും കൂടെ ആയിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. ഇദ്ദേഹം ആ സമയത്ത് ഒരു ഹെഡ്ലൈൻസിലൊക്കെ ഹിറ്റ് ചെയ്തിരുന്നു. കാര്യം വെച്ചാൽ ഈ ഒബാമയുടെ ഒരു പെറ്റ് ഡോഗ് അവിടെ ഒരു പെൺകുട്ടിയെ കടിച്ചതൊക്കെ ട്രീറ്റ് ചെയ്തത് ഈ ഡോക്ടറാണ്, റോണി ജാക്സൺ ആണ് എന്നുള്ളൊക്കെ ഒരു ഹെഡ്ലൈൻ ന്യൂസൊക്കെ അന്നത്തെ കാലത്ത് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വൈറ്റ് ഹൗസിൽ തന്നെ അങ്ങ്
തടിച്ച് അങ്ങ് കൂടി എന്നുള്ളത്, കടിച്ച് തൂങ്ങി അദ്ദേഹം ഈ ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിൽ ട്രംപിൻ്റെ ഫിസീഷ്യനുമായിട്ട് മാറി എന്നുള്ള. അത് കഴിഞ്ഞ് ഈ ട്രംപ് വന്നതിന് ശേഷം ട്രംപിൻ്റെ ഫിസീഷ്യനായിട്ട് മാറാൻ കാര്യം എന്താ, ഇദ്ദേഹം ട്രംപിൻ്റെ ക്യാമ്പിലോട്ട് അങ്ങ് എടുത്ത് ചാടി എന്നുള്ള. എന്നിട്ട് ഇത് ട്രംപിൻ്റെ ലോയലിറ്റി അങ്ങനെ അദ്ദേഹം എങ്ങനെ ഒരു ഏൺ ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ലെങ്തി പ്രസ് കോൺഫറൻസ് ഉണ്ട്. ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം ട്രംപിൻ്റെ ഹെൽത്തിനെ അങ്ങ് എൻഡോസ് ചെയ്യണം. അതായത് ട്രംപിൻ്റെ ദേഹത്തുള്ളത് ഗുഡ് ജീൻസാണ്, നല്ല ജീൻസാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ളത്. നന്നായിട്ടൊന്ന് ഡയറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 200 കൊല്ലം വരെ ജീവിക്കാന്നൊക്കെ പറഞ്ഞ് ട്രംപിനെയൊക്കെ അടിച്ചു പൊക്കി ട്രംപിൻ്റെ ക്യാമ്പിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. പുള്ളിയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളുമാണെന്നുള്ള. അപ്പോൾ ട്രംപ് 2018 അതായത് ട്രംപിൻ്റെ ആദ്യത്തെ സ്റ്റിൻറ്റിൽ ഇദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുത്തിരുന്നു. അതായത് അസിസ്റ്റന്റ് ടു പ്രസിഡന്റ് ആൻഡ് ചീഫ് മെഡിക്കൽ അഡ്വൈസർ എന്ന് പറഞ്ഞ സ്ഥാനമൊക്കെ കൊടുത്ത് ട്രംപ് അദ്ദേഹത്തിന് റിവാർഡ് ചെയ്തു എന്നുള്ള. ട്രംപിന് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉണ്ടല്ലോ സെക്രട്ടറി ഓഫ് വെറ്ററൻ അഫയേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് 2018 ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നു. കാര്യം വെച്ചാൽ കുറച്ച് ഈ സെനറ്റിലെ കമ്മിറ്റി മെമ്പേഴ്സ് ഇതിനെ ഒബ്ജക്റ്റ് ചെയ്ത കാരണം ആ ഒരു ഇത് നടന്നില്ല എന്നുള്ള. ഇപ്പോൾ ഈ റോണി ജാക്സൺ ശരിക്കും പറഞ്ഞാൽ ഈ റോണി ജാക്സനെ ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ US വൈറ്റ് ഹൗസിലെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഫേസാണ്, അല്ലാതെ ഇദ്ദേഹത്തിനൊരു ഫേസ് ഉണ്ട്. അതെന്നറിയും ഈ ട്രംപിൻ്റെ ഈ റുവാണ്ട കോങ്കോയിലെ ഒരു ബിസിനസ് ഇൻട്രസ്റ്റിനെ ഹെഡ് ചെയ്തത് ഈ റോണി ജാക്സണാണ്. റുവാണ്ട കോങ്കോ, അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ റുവാണ്ടയും കോങ്കോയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം ഇവിടെയൊക്കെ നല്ല എന്താ പറയുക, ഈ ക്രിട്ടിക്കൽ മിനറൽസും റെയർ എർത്ത് മെറ്റൽസും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റുവാണ്ടയുടെ റെബൽസ് M23 എന്ന് പറഞ്ഞ റെബൽസ് ഉണ്ട് റുവാണ്ടയിലാണ്. ഈ റുവാണ്ടൻ റെബൽസാണ് ശരിക്കും പറഞ്ഞാൽ കോങ്കോയിലുള്ള കോൾട്ടൺ ആൻഡ് ടങ്സ്റ്റൻ്റെ മൈനിങ് ഏരിയാസ് കൺട്രോൾ ചെയ്തിരുന്നത്. ഈ M23 എന്ന് പറയുന്ന റെബൽസ്, അതായത് റുവാണ്ടൻ റെബൽസ് ആണ് കോങ്കോ ഏരിയയിലെ കോൾട്ടൺ ആൻഡ് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ആ മൈനിങ് ഏരിയ ഇവരുടെ കയ്യിലായിരുന്നു എന്നുള്ള. അമേരിക്കയ്ക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള. അതിനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോണി ജാക്സൺ ആണ് കോങ്കോൻ്റെ റുവാണ്ടയുടെ ഇടയ്ക്ക് നിന്ന് ഇവർ തമ്മിലുള്ള ഒരു പീസ് ടോക്കൊക്കെ കൊണ്ടുവന്ന് ട്രംപിൻ്റെ മുന്നിൽ വെച്ച് സൈൻ ചെയ്ത ആ മിഷൻ ഹെഡ് ചെയ്തിരുന്ന ട്രംപിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റ് കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് ഈ റോണി ജാക്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ റോണി ജാക്സൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ ട്രംപിൻ്റെ ഈ കാര്യങ്ങൾ നടത്തിപ്പോകുന്ന ഒരാളാണ്. ഈ ജാവലിൻ അഡ്വൈസേഴ്സിൻ്റെ കാര്യം നോക്കിയാലോ, ഈ ജാവലിൻ അഡ്വൈസേഴ്സ് ഉള്ള കമ്പനിയുടെ ഹെഡിൻ്റെ കാര്യങ്ങൾ നോക്കിയാലും അത് ട്രംപിൻ്റെ മെയിൻ മാൻ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ആൾക്കാർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് പാകിസ്ഥാന് എതിരെ നിന്ന ആളാണ് ഈ റോണി ജാക്സൺ എന്ന് പറയുന്നത്. എന്നാൽ ഈ പഹൽഗാം അറ്റാക്കിൻ്റെ ഇടയിൽ ഈ ഒരു ഡീല് അദ്ദേഹം സൈൻ ചെയ്തുകൊണ്ട് പോയതിൻ്റെ അർത്ഥം എന്താ, അവരെ സംബന്ധിച്ച് ദർ ആർ നോ പെർമനൻറ്റ് എനിമീസ് ഓർ പെർമനൻറ്റ് ഫ്രണ്ട്സ്. ബിസിനസ് ആണ് അവരുടെ കണ്ണിൽ എല്ലാം എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് പാകിസ്ഥാന് അധികം ഒരു ഇമ്പോർട്ടൻസ് അടുത്ത കാലത്ത് ട്രംപിൻ്റെ കണ്ണിൽ കിട്ടി എന്നുള്ളതിന് ഉദാഹരണം തെളിയിച്ച് കാണിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞതെന്നുള്ളത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഫയലിങ്ങിൽ നിന്ന് FARAയിലുള്ള ഫയലിങ്ങിൽ നിന്നാണ്. കാര്യം അവിടെ മാൻഡേറ്ററി ആയിട്ട് ഇങ്ങനെ ഫയൽ ചെയ്യണം എന്നുള്ള റൂൾ ഉണ്ട്, അതിൽ നിന്നാണ് നമുക്ക് വന്നതെന്നുള്ളത്. അതായത് ജാവലിൻ അഡ്വൈസേഴ്സ് വിച്ച് ഈസ് അഗെയിൻ ട്രംപിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ജാവലിൻ അഡ്വൈസേഴ്സും, അതുകൂടാതെ റോണി ജാക്സൺ ഈ ട്രംപിൻ്റെ ഈ റുവാണ്ടോ കോങ്കോ എന്ന മൈനിങ് ഏരിയയിൽ ഈ ടങ്സ്റ്റൻ്റെ കാര്യത്തിലൊക്കെ അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുത്തൊരു പീസ് ഡീൽ ഉണ്ടാക്കി ബെനിഫിറ്റ് കൊടുത്ത റോണി ജാക്സണും കൂടെ ഒത്തുചേർന്ന് കളിച്ചാണ് ഈ പറയുന്ന പോലെ ക്രിട്ടിക്കൽ മിനറൽസ് അല്ലെങ്കിൽ റെയർ എർത്ത് എലമെൻസിൻ്റെ ഒരു ഡീല് പാകിസ്ഥാനും US-ഉമായിട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഇത് ചെയ്തതിലല്ല, ഇത് എപ്പോൾ ചെയ്തു എന്നുള്ളതാണ്. അതായത് പഹൽഗാം അറ്റാക്കിൻ്റെ കവറിൽ ആണ് ഇത് നടന്നത്. ആ സമയങ്ങളിലാണ് ഇത് കോയിൻസൈഡ് ചെയ്ത് വന്ന്. ചിലപ്പോൾ ഇത് കോയിൻസിഡൻ്റൽ ആയിരിക്കാം, ബട്ട് ഇത് നടന്നു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് നടന്നു എന്നുള്ളതും അതിനുശേഷമാണ് നമ്മൾ ഈ ട്രംപ് ക്ലെയിം ചെയ്തത് ഞാൻ പറഞ്ഞത് കാരണമാണ് 2 കൺട്രിയും യുദ്ധം നിർത്തിയതെന്നും പറയുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ അവരെ പേടിപ്പിച്ചത് എങ്ങനെ, മോർ സാങ്ഷൻസ് വയ്ക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവരെ പേടിപ്പിച്ചതെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അസീം മുനീർ പാകിസ്ഥാനിലേക്ക് US-ലേക്ക് ട്രാവൽ ചെയ്യുന്നു, ട്രംപായിട്ട് നല്ല ബന്ധം കാണിക്കുന്നു, പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ടാരിഫ് കുറച്ച് 19% അതുകൂടാതെ അസീം മുനീർ അല്ലെങ്കിൽ പാകിസ്ഥാൻ ട്രംപിനെ നോബൽ പീസ് ഫോർ പ്രൈസിന് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അവിടെ പാകിസ്ഥാനും US-ഉം തമ്മിലുള്ള ബന്ധം കൂടുന്നു, ഇന്ത്യയായിട്ട് അകലുന്നു. ഇന്ത്യയ്ക്ക് മേൾ അടുത്തൊരു 25% കൂടെ വന്ന് ഇന്ത്യ ടാരിഫിൻ്റെ ആ ഒരു ഇതിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയെ മാറ്റി നിർത്തിയത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി പുറത്തു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്
പാകിസ്ഥാനെ ഇത്രയും അദ്ദേഹം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും ട്രാൻസാക്ഷനാണ്, ബിസിനസ്സാണ്, ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്. ഹ്യൂമാനിറ്റിക്ക് അവിടെ വിലയില്ല, ഈ പറയുന്ന പോളിസീസിനും വിലയില്ല എന്നുള്ളത് ട്രംപും US-ഉം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ലോകത്തിനോട് പറഞ്ഞു വെക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഇന്നൊന്ന് പറയുന്നു എന്ന് മാത്രം. Opening Hours with My Film.